ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്നും സേഫാണെന്നും വിചാരിക്കുന്നു. ഈ ആഴ്ചയിലെ വെള്ളിയാഴ്ച മോർണിംഗ് ഡ്രൈവ് നമ്മൾ പോകുന്നത് ദുബായ് ഹത്തയിലുള്ള സ്വാൻ ലേക്കിലേക്കാണ്. ഈ സ്വാൻ ലേക്കിലേക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 100 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ 6:30-ക്കെങ്കിലും പുറപ്പെടണം. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നുണ്ടാക്കുന്നത് സ്പെഗറ്റിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഗറ്റീൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ സ്വാൻ ലേക്കിലെ വിശേഷങ്ങളും കാണാം. അതുപോലെ തന്നെ സാധാരണ ഞാൻ പറയുന്നത് പോലെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിന് ശേഷം നമുക്ക് സ്വാൻ ലേക്കിലെ വിശേഷങ്ങൾ കാണാം. നമുക്ക് സ്പെഗറ്റി ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്പെഗറ്റി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമുക്കിങ്ങനെ ചൂടുവെള്ളത്തിൽ ഡിപ്പാകുമ്പോൾ സോഫ്റ്റായി വരും. അപ്പോൾ ഇനി നമുക്ക് തവി അങ്ങനെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് ചിക്കൻ ഞാൻ ചെറിയ സ്ലൈസ് ആക്കിയതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നാക്കി മിക്സ് ആക്കി എടുക്കാം. ഇതാ നമ്മുടെ സ്പെഗറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്യണം. നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം മീഡിയം ടു ലോ ആക്കാൻ മറക്കണ്ട. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കന് കുറച്ച് വെള്ളം കൂടിയൊക്കെ നിറങ്ങി വന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തോളും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. ഒരു 1/2 സവോളയും അതുപോലെ തന്നെ 1/2 ടൊമാറ്റോ ഉണ്ട്. ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ, ഒരു 1/2 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളീൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ റെസിപ്പി നമുക്ക് നൂഡിൽസ് വെച്ചും ചെയ്യാം കേട്ടോ. നൂഡിൽസ് നമുക്ക് ഇങ്ങനെ സ്പെഗറ്റി ഊറ്റിയെടുത്ത പോലെ ഊറ്റിയെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും സവോളേൻ്റെയും പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ആ മിക്സ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സവോളേൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ ഒരുപാട് കുക്കായി പോവണ്ട വെജിറ്റബിൾസൊക്കെ. ഇനി സ്പെഗറ്റി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ സ്പെഗറ്റി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു എഗ്ഗും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താണ്. ഇനി നമുക്ക് സ്പൈസിയാണ് വേണ്ടതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് പാകമാണോ നോക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചീസും കൂടി ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചീസ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിങ്ങനെ ചെറിയൊരു ഔട്ടിങ്ങിന് പോകുമ്പം കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു ഡിഷാണ് സ്പെഗറ്റി അല്ലേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇനി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ആക്കണം. കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. നമ്മളെപ്പോഴും ഹത്ത പോകുമ്പോൾ ഈ ഒരു കൽബ റോഡാണ് പ്രിഫർ ചെയ്യാറ്. ഒരുപാട് മലകളൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോഴിതാ ഏകദേശം ഒരു 8 മണി ആവാറായി. നമ്മൾ സ്വാൻ ലേക്കിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, നിറച്ച ആൾക്കാരുണ്ട്. സാധാരണ ഞങ്ങൾ വെള്ളിയാഴ്ച പോകുന്ന സ്ഥലങ്ങളിലൊന്നും ആരും ഉണ്ടാവാറില്ലായിരുന്നു. ഇവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്ത് ഈ ഒരു കാഴ്ച കാണാം. ഇത് മലയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് ഒരു പാലത്തിൻ്റെ അവിടെ ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് വീഴുന്ന കാഴ്ചയാണിത്. ഇപ്പം നിങ്ങൾ കണ്ടോ, ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് വണ്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിറയെ ആളുകളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഒന്നും ഇറങ്ങിയിട്ടില്ല. അവിടെ വന്നൊരു 90% ആൾക്കാരും മലയാളികളായിരുന്നു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ നല്ലോണം ചൂടായി. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ തിരിച്ച് പോകാമെന്നുള്ളൊരു മൂഡിലായി. പക്ഷേ ഏതായാലും വന്നല്ലേ, കുറച്ചുകൂടെയൊക്കെ അവിടെ നിന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നപ്പം ആ പാലത്തിൻ്റെ ഇപ്പുറ ഭാഗം ഒരു ലേക്കായിരുന്നു. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ സ്വാൻ ലേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ ഒരുപാട് ചൂടൊക്കെ പോയിട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാനൊരു ബെഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 4 വെള്ളിയാഴ്ചയൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 4 വെള്ളിയാഴ്ച പുറത്തിറങ്ങിയപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല സ്ഥലങ്ങൾ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയും അതുപോലെ തന്നെ നല്ലൊരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ അവിടെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും മുകളിലേക്ക് ഇങ്ങനെ നടന്ന്, അപ്പോൾ ഇതാ ചൂടൊക്കെ പോയി നല്ലൊരു തണുത്തൊരു കാറ്റുണ്ട്. അതുപോലെ തന്നെ ഒരു വെള്ളത്തിൻ്റെ നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് നടക്കുമ്പം തന്നെ. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ക്യാരവൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ റോം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും ഞങ്ങൾ മുകളിലേക്ക് നടന്നു. മുകളിലേക്ക് പോകും തോറും നല്ലൊരു ഫീലും ചൂടൊക്കെ പോയി. അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റായി. എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നിയൊരു കാര്യമാണ് ഈ ഒരു കൊടിയ വേനലിലും എവിടെ നിന്നാണാവോ ഈ വെള്ളം വരുന്നതെന്ന്. കാരണം ഇവിടെ ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ ഒരു മഴ പെയ്തിട്ടൊന്നുമില്ല. ഇതൊരു അത്ഭുതം തന്നെ അല്ലേ. നല്ല തണുത്ത വെള്ളം കേട്ടോ. കുറച്ചുകൂടെ മുകളിലേക്ക് പോയി ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ ജസ്റ്റ് ഒരു അരുവി പോലെ ഇങ്ങനെ വെള്ളം നല്ല സ്പീഡിൽ ഒഴുകുന്നുണ്ടായിരുന്നു, കുത്തി ഒലിച്ച് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ നല്ല തോടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ആ തോട്ടിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോകാത്തതുകൊണ്ട് ഉള്ള ഒരു വിഷമം കുറച്ചൊക്കെ ഒന്ന് പോയി കിട്ടി. അപ്പം എൻ്റെ വീട്ടിലെ തോട്ടിൽ പോയ അതേ ഒരു ഫീല്. അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചവരെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല വേനലാണ്, നല്ല ചൂടാണ്. പക്ഷെ നമ്മൾ ചൂടൊന്നും അറിയില്ല. വാഷ്റൂമോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം അല്ലേ. ഇവിടുന്ന് ഇനിയും മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതിനേക്കാൾ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇനിയും മുകളിലേക്ക് പോയിട്ടില്ല. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. ഹത്തയിലെ ഈ ലേക്കിൻ്റെ പേര് സ്വാൻ ലേക്ക് എന്നാണ്. പേര് സ്വാൻ ലേക്ക് എന്നാണെങ്കിലും ഞങ്ങൾ ഡെക്കിനാട്ടോ അവിടെ കണ്ടത്, സ്വാനെ കണ്ടിട്ടില്ല. സ്വാൻ ലേക്കിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഇതാ അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞതാ തിരിച്ചു പോരാണ്. അപ്പോൾ ഇതാ പോരുന്ന വഴിയിൽ ലാസ്റ്റ് ഒരു കുതിരേനെയും കണ്ടു. കുട്ടിയൊക്കെ സ്കൂളൊക്കെ അടച്ചതാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അടുത്ത ആഴ്ചയായിരുന്നു ഞങ്ങൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. കുറേ സങ്കടമൊക്കെ ഇന്ന് മാറിക്കിട്ടി. ഇത് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയിൽ ജ്യൂസ് വാങ്ങാൻ കയറിയപ്പം കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെയും കുറച്ച് ലേക്കൊക്കെ പോലെ നല്ലൊരു കാഴ്ചയാണിത്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഈ ഒരു നല്ലൊരു വേനലിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്.
ആർക്കെങ്കിലും സ്വാൻ ലേക്കിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാസ്കും അതുപോലത്തെ പ്രിക്കോഷൻസൊക്കെ എടുത്ത് വേണം പോകാൻ കേട്ടോ. കാരണം കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ സ്വാൻ ലേക്കിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പാർക്കുണ്ട്, ഹത്താൽവാദി പാർക്ക്. അതിപ്പോൾ ക്ലോസ് ആണെന്ന് തോന്നുന്നുണ്ട്. കൊറോണയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതൊക്കെ സ്വാൻ ലേക്കിൻ്റെ അടുത്തായിട്ടുള്ള വ്യൂസാണ് കേട്ടോ. എൻ്റെ ഈ ഒരു സ്പെഗറ്റീൻ്റെ റെസിപ്പി വീഡിയോയും അതുപോലെ തന്നെ നമ്മളുടെ സ്വാൻ ലേക്കിലെ വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനിയും ഏറെ കുറേ ട്രാവൽ വിശേഷങ്ങളും റെസിപ്പിയും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ് കളക്ഷനൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. ഇനി നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.